യെരൂശലേമിൻ പുത്രിമാരേ, നിങ്ങളും നിന്നെ ഓർത്തിന്തിരേവം കരയുന്നു. നിങ്ങളെയും സുതരെയും മോർത്തോർത്തു കേളുകൊള്ളുവിൻ. നാരവം കേൾക്കുമെന്നും കരൾ നൊന്തു കരയുന്ന നാരീഗണത്തിനു നാഥൻ സമാശ്വാസമേകി. 8-ാം സ്ഥലം. ഈശോ മിശിഹ ജെറുസലേം പുത്രിമാരെ ആശ്വസിപ്പിക്കുന്നു. സ്വന്തം ശരീരത്തിൽ ഒരിറ്റു രക്തം പോലും ബാക്കിയില്ലാതെ മരണവേദനയിൽ പിടയുമ്പോഴും തൻ്റെ മുന്നിൽ കരയുന്നവർക്കായി ഈശോ മനമൊരുക്കുന്നു. എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ എന്ന് അവിടുന്ന് പറയുമ്പോൾ അത് ശാസനയല്ല, മറിച്ച് വലിയൊരു സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. മറ്റുള്ളവരുടെ വേദനകൾ പങ്കുചേരാനും സ്വന്തം പാപങ്ങളെ ഓർത്ത് അനുദപിക്കാനും ഈ രംഗം നമ്മെ പ്രേരിപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വേദനകൾക്കിടയിലും മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കാൻ കാണിച്ച ആ വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ എന്നേക്കാൾ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ പാപങ്ങൾ വഴി അങ്ങേ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആമേൻ.